മാനേജ്മെൻറ്റിലെ ക്യാപിറ്റൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിലൊന്ന് ചെയ്താൽ തന്നെ മറ്റൊന്നും അതിൽ പെട്ടെന്ന് മനസ്സിലാവും. 17ാമത്തെ ചോദ്യം ക്യാപിറ്റൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഏതാണ് ഏറ്റവും കൂടുതൽ ലാഭകരമെന്ന് കണ്ടെത്തുക. ഓക്കെ, നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി ഉണ്ട്. ഒന്നിൽ നമുക്ക് 100 രൂപ നിക്ഷേപിച്ചാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്കൊരു 200 രൂപ കിട്ടും. മറ്റേതിൽ 100 രൂപ നിക്ഷേപിച്ചാൽ പ്രൊജക്റ്റ് ബിയിൽ 100 നിക്ഷേപിച്ചാൽ 5 വർഷം കൊണ്ട് ഒരു 150 രൂപ കിട്ടും. ഏതാണ് നല്ലത്? ആ പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. എ കമ്പനി കൺസിഡറിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ പർച്ചേസിങ് മെഷീൻ കോസ്റ്റിംഗ് 2,50,000 രൂപ വെച്ചിട്ട് അവർക്ക് മെഷീൻ വാങ്ങാം. 5 വർഷമാണ് അതിൻ്റെ ലൈഫ്. സാൽവേജ് വാല്യൂ ഇല്ല. ടാക്സ് 40% ആണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രിസിയേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് വിഷയമില്ല. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വർഷം, അതായത് 25,000 രൂപ നമ്മളിപ്പോൾ നിക്ഷേപിച്ചൊരു മെഷീനറി വാങ്ങിയാൽ, മെഷീനറി വാടക കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, എങ്ങനെയായാലും നമ്മുടെ ക്യാഷ് ഫ്ലോ ഒന്നാമത്തെ വർഷം നമുക്ക് 70,000 കിട്ടും, രണ്ടാമത്തെ വർഷം 60,000, മൂന്നാമത്തെ വർഷം 1,00,000, നാലാമത്തെ വർഷം 90,000, അഞ്ചാമത്തെ വർഷം 1,50,000. ഇങ്ങനെ 5 വർഷമാണ് ആ മെഷീനറിൻ്റെ ലൈഫ് ഉള്ളത്. ഇങ്ങനെ കിട്ടുന്നെങ്കിൽ ഈ ക്യാപിറ്റൽ ബജറ്റിംഗ്, അതായത് ഇത് നമുക്ക് എത്രത്തോളം ലാഭകരമാണെന്ന് കാണാം. പലപ്പോഴും കമ്പാരിസൺ നടത്തുമ്പോഴാണ് ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ഉപകാരം നമുക്ക് മനസ്സിലാവുക. ഇവിടെ ഒറ്റ പ്രൊജക്റ്റേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്തായാലും ആവട്ടെ, അങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷൻ നടത്താൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇവിടെ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇവാലുവേഷൻ, ക്യാപിറ്റൽ ബജറ്റിംഗ് നടത്താൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3 മെത്തേഡ്: പേ ബാക്ക് പീരീഡ് കാണാൻ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഈ 3 മെത്തേഡ് അനുസരിച്ച് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇവാലുവേഷൻ നടത്താൻ, ഈ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് നടത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലാഭസാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കാണുകയാണ്. ഓക്കെ, അപ്പോൾ പേ ബാക്ക് പീരീഡും നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിൾ ഇൻഡെക്സ് 3 ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ 3 മെത്തേഡാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇവാലുവേഷൻ എത്രത്തോളം ലാഭകരമാണെന്ന് കാണിക്കാൻ 3 മെത്തേഡ് അനുസരിച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഒന്നാമത്തെ മെത്തേഡ് പേ ബാക്ക് പീരീഡ്. ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം, സിമ്പിളാണ്. ഒന്നാമത്തെ മെത്തേഡ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച പൈസ തിരിച്ച് കിട്ടാൻ എത്ര വർഷം എടുക്കും. പേ ബാക്ക് പീരീഡ് ഏറ്റവും സിമ്പിളാണ്. PBP എന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മൾ നിക്ഷേപിച്ച ക്യാഷ് തിരിച്ച് കിട്ടാൻ എത്ര എടുക്കും? ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നോക്ക്, നമ്മൾ നിക്ഷേപിച്ച നമ്മുടെ എമൗണ്ട് എത്ര? 2,50,000 അല്ലേ നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട്. ഇത് തിരിച്ച് കിട്ടാൻ എത്ര സമയം എടുക്കുന്നതാണ്, എത്ര വർഷം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് വളരെ സിമ്പിളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ 100 രൂപ വെച്ചിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ്. ഒരു വർഷം നമുക്ക് 50,000 രൂപ വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേ ബാക്ക് പീരീഡ് എത്ര? 100/50. 2 വർഷം കൊണ്ട് നമ്മുടെ 100 പേ ബാക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് തിരിച്ച് കിട്ടുന്നല്ലേ. അപ്പോൾ 2 ആണ് ഇതിൻ്റെ പേ ബാക്ക് പീരീഡ്. എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച ക്യാഷ് ബാക്കിലേക്ക് തിരിച്ച് കിട്ടാൻ എത്ര സമയം എടുക്കും. അപ്പോൾ അതിന് സിമ്പിളാണ് ഇക്വേഷൻ. പിന്നെ പേ ബാക്ക് പീരീഡിൻ്റെത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ 2,50,000 ബൈ നമ്മുടെ ആനുവൽ ക്യാഷ് ഫ്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 100 ഇൻവെസ്റ്റ്മെൻറ്റ്, ആനുവലി 50 റുപ്യ കിട്ടുന്നുണ്ടെങ്കിൽ 2 വർഷമാണ്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമ്മൾ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആനുവൽ ക്യാഷ് ഫ്ലോ സെയിം അല്ല. എല്ലാ വർഷവും 50,000 രൂപ അങ്ങനെയല്ല കിട്ടുന്നത്. നമുക്ക് ഡിഫറൻ്റാണ്, വ്യത്യസ്ത തരത്തിലാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചില്ലേ, ആദ്യത്തെ വർഷം 70, പിന്നത്തെ 60, പിന്നെ 1,00,000, പിന്നെ 90, പിന്നെ 1,50,000, അങ്ങനെയല്ലേ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയൊക്കെ ആനുവൽ ഇൻഫ്ലോ പ്രോഫിറ്റ് എടുക്കേണ്ടത് ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആർ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ. അത് തന്നെയാണ് വേണ്ടത്, ഡിപ്രിസിയേഷൻ്റെ മുമ്പും ടാക്സിന് ശേഷവും. അതല്ല ഡിപ്രിസിയേഷൻ ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യേണ്ടി വരും, ടാക്സ് അവർ കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആ പണികളൊന്നുമില്ല. അപ്പം ഇവിടെ നമുക്ക് എല്ലാ വർഷവും ഒരേ ക്യാഷ് അല്ലാത്തതുകൊണ്ട് നമുക്കിതിങ്ങനെ കൂട്ടി പോയി നോക്കണം. നമുക്കൊന്ന് കൂട്ടി പോയി നോക്കാം. വളരെ സിമ്പിളായിട്ട് മെൻ്റലി നമുക്കിത് കൂട്ടാൻ കഴിയും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എടുക്കണം.
അപ്പോൾ നമുക്ക് മെൻ്റലി കൂട്ടാം. 2,50,000 അല്ലേ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ വർഷം 70,000 കിട്ടുന്നു, രണ്ടാമത്തെ വർഷം 60,000 കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 70ഉം 60ഉം 1,50,000 ആയില്ലേ? ഓക്കെ, 70ഉം 50ഉം 1,50,000 അല്ല, 1,30,000 അല്ലേ? 7 7 14 6 12 1,30,000. മൂന്നാമത്തെ വർഷം 1,00,000 കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 2,30,000. ഇപ്പോൾ നമ്മൾ 2,50,000 ആയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 3 വർഷം എന്തായാലും വേണമെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ വർഷം 90,000 കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് 90 ഫുള്ള് വേണ്ട. എത്ര മതി? അതിന് ഇപ്പോൾ എത്ര ആയത്? 1,70,000 60ഉം 1,30,000 പ്ലസ് 1 2,30,000. ഇനി നമുക്കൊരു 20,000 കൂടി മതിയല്ലോ. അപ്പോൾ ഒരു വർഷം കൊണ്ട് നാലാമത്തെ വർഷം 90 ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 20,000 ഉണ്ടാക്കാൻ എത്ര മാസം എടുക്കും നോക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 20/90 എത്രയെന്ന് കാൽക്കുലേറ്ററിൽ നോക്കുക. ഇൻറ്റു അത് നമുക്ക് 12 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര മാസം വേണമെന്ന് കറക്റ്റ് കിട്ടും. 20/90 12 കൊണ്ട് ഗുണിച്ചാൽ കാൽക്കുലേറ്റർ എടുത്ത് അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏകദേശം 2.222 എന്ന് കിട്ടും. അതായത് 90ൻ്റെ 20 എത്ര ശതമാനമാണ്? അത് 12 മാസത്തിൻ്റെ എത്ര ശതമാനം വെച്ചാൽ ഏകദേശം 0.22 ഇയർ കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇതിൻ്റെ പേ ബാക്ക് പീരീഡ് കിട്ടുക 3 ഇയർ പ്ലസ് 3.222 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പേ ബാക്ക് പീരീഡ്. എന്നാൽ അത് റിട്ടേൺ കിട്ടാൻ എത്ര എടുക്കണം? അപ്പോൾ എല്ലാ വർഷവും ഒരേ ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണെങ്കിൽ നമുക്ക് സുഖമാണ്. നമ്മൾ നേരത്തെ പറയാം 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ മാസവും 50 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാണാം. പക്ഷേ ഓരോ വർഷവും വ്യത്യസ്തമായ ഇൻഫ്ലോ ആണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടി വരണം. ആദ്യത്തെ വർഷം 50 കിട്ടുന്നു, രണ്ടാമത്തെ വർഷം 25 കിട്ടുന്നു, മൂന്നാമത്തെ വർഷം 25 കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ 100 ആയല്ലോ. ഇപ്പോൾ 3 വർഷമാണ് എടുക്കുക. ഇങ്ങനെയാണ് പേ ബാക്ക് പീരീഡ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ പേ ബാക്ക് പീരീഡ് അവസാനിച്ചു. അടുത്തത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇവിടെ നമ്മളെ ടൈം വാല്യൂ ഒക്കെ പരിഗണിക്കുന്നുണ്ട്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ വളരെ സിമ്പിളാണ്. NPV എന്ന് പറയും. NPV എന്നാണാൽ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതേപോലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഓക്കെ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഞാൻ സിമ്പിളാക്കി മനസ്സിലാക്കി തരാം. ഇപ്പോൾ നമ്മൾ ഒരു 100 രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എത്ര? 100 രൂപ നമ്മളിന്ന് പോകുന്നത്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ ടോട്ടൽ 5 വർഷം കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു 250 റുപ്യ കിട്ടും. ഓക്കെ, ഒരു 5 വർഷത്തിന് ശേഷം ഇതിൽ നിന്ന് 250 റുപ്യ കിട്ടുന്നുണ്ടെങ്കിൽ, പക്ഷേ അപ്പം നമ്മളെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 250 രൂപ കിട്ടി. അപ്പോൾ ഒരു 150 രൂപ ലാഭം എന്ന് വെക്കരുത്. ഈ 250ൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്ര? 250ൻ്റെ പ്രസൻറ്റ് വാല്യൂ ഒരു 175 ആണെന്ന് വെക്കുക. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ, ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്നതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. പിന്നെ പ്രസൻറ്റ് വാല്യൂ പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല, 100 തന്നെയാണ്. അപ്പോൾ ഈ 100ഉം 175 ഡിഫറൻസ് എത്ര? 75 നെറ്റ് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂവിൻ്റെ നെറ്റ്, അതായത് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂവിൻ്റെയും ഔട്ട്ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂവിൻ്റെയും നെറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേസിലേക്ക് വരാം. നമ്മുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വേണ്ടത് വെച്ചാൽ ഇത് 2,50,000 നമുക്കറിയാം ഔട്ട്ഫ്ലോ. ഇൻഫ്ലോൻ്റെ പല വർഷത്തെ ഇൻഫ്ലോ ഉള്ളത്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടെത്തണം. നമ്മളെ ഈ ക്വസ്റ്റ്യനിലെ പ്രസൻറ്റ് വാല്യൂ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സോറി, അത് മാറിപ്പോയി. ഇതാണ് ഇവിടെ നമ്മുടെ ഓരോ വർഷം ടോട്ടൽ നമ്മളെ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എത്ര? 2,50,000. ഒന്നാം വർഷം 70 കിട്ടുന്നു. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അവിടെ തന്നിട്ടുണ്ട്. 70ൻ്റെ 0.909 പ്രസൻറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. അങ്ങനെ ടോട്ടൽ നമ്മുടെ എമൗണ്ടും എല്ലാം കൂട്ടി അതിൻ്റെയൊക്കെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ 3,42,000. അപ്പോൾ നമ്മൾ ഇറക്കിയത് എത്ര? ഔട്ട്ഫ്ലോ എത്ര? 2,50,000. രണ്ടും നമ്മൾ ഡിഫറൻസ് എത്ര കിട്ടും? 2,50,000 3,42,000 കുറച്ചാൽ ഏകദേശം 92,910 കിട്ടൂലേ?
അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് നമ്മുടെ ബിസിനസ്സിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് വരാം. നമ്മൾ എത്ര ഇറക്കിയത്? 2,50,050. എത്ര കിട്ടുന്നത്? 3,42,000. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? 3,42 250 വർഷം 92,000 ചില്ലറ കിട്ടും. ഓക്കെ, ഇതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ലാസ്റ്റ് എന്താ? ഇനി ഓപ്ഷൻ സി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമുക്ക് കാണാനാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വളരെ സിമ്പിളായിട്ടുള്ള കാണാൻ പറ്റുന്ന സംഗതിയാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണുമ്പോൾ ഈ 3,42 250 നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതായത് 3,42 പറഞ്ഞാൽ നമ്മളെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്, ഇത് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI എന്ന് പറയും. ഒന്നുകൂടെ നന്നാക്കി എഴുതാം. PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനുള്ള സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ക്യാഷ് ഇൻഫ്ലോ ബൈ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് എത്ര കിട്ടി? 3,42. ഓക്കെ, ഔട്ട്ഫ്ലോ എത്ര? ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? 250. ഇതങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര? 1 കാൽക്കുലേറ്റ് ഇത് ചെയ്ത് നോക്കിയാൽ മതി. 372 കിട്ടും. ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. എന്നാൽ പിന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 1.372 നമുക്ക് കിട്ടും. അതായത് അതിനേക്കാൾ ഒരു 3.72 നമുക്ക് കിട്ടും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 250 നിക്ഷേപിച്ചാൽ 342 കിട്ടും എന്നർത്ഥം. ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താം. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്നാൽ പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഹരിച്ചതാണ്. പിന്നെ അതിന് മുമ്പ് നമ്മളെന്താ കാണാൻ പറഞ്ഞിരുന്നത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. പിന്നെ പ്രസൻറ്റ് വാല്യൂ കാണേണ്ടതില്ല, ഓൾറെഡി നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. പിന്നെ പേ ബാക്ക് പീരീഡ് അല്ലേ, പിന്നെ ഉണ്ടായിരുന്ന പേ ബാക്ക് പീരീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആനുവൽ ക്യാഷിൻ്റെ ഇൻഫ്ലോ. ആനുവൽ ഇൻഫ്ലോ ഒരേപോലെ എല്ലാ വർഷം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോന്ന് കൂട്ടി കുമുലേറ്റീവ് ഇൻഫ്ലോ കാണേണ്ടി വരുമെന്ന് അറിയാം. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഈ ഒരു 17ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്ന് മാത്രമല്ല, എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലേ നോക്കുകയാണ്. അതല്ല ഇൻവെസ്റ്റ്മെൻറ്റിനെ കമ്പാരിസൺ ചെയ്യുന്നത് ഉപയോഗിക്കുക. അതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. 3 മെത്തേഡ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി പ്രൊജക്റ്റ്. ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ 1 lakh, എസ്റ്റിമേറ്റഡ് ലൈഫ് 5 year, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം. സിമ്പിളായിട്ട് കാണാമല്ലോ. ആ 13 സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്.